ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഹാരിസ് പീരാനെ ഇവിടെ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയാണ് ലീഗ് നേതാക്കൾ ചെയ്യുന്നത്. റൂഷിപാലാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്ന തിരുവനന്തപുരത്ത് നിന്ന്. റൂഷിപാൽ, അങ്ങനെ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ വ്യക്തമായതാണ് ഹാരിസ് പീരാൻ തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥിയാകും എന്നത്. മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ, ദില്ലിയിലെ പ്രമുഖ അഭിഭാഷകൻ, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മലയാളി പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഹാരിസ് പീരാനെയാണ് ഇപ്പോൾ ലീഗ് രാജ്യസഭയിലേക്ക് UDF-ന് ജയിപ്പിക്കാനാകുന്ന ഒരു സീറ്റിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഹാരിസ് പീരാന്റെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ ഉറപ്പായതായിരുന്നു. ഇപ്പോൾ ഹാരിസ് പീരാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാരിസ് പീരാൻ സംസാരിക്കുന്നു തത്സമയം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഹാരിസ് പീരാൻ സംസാരിക്കുകയാണ്. ആദ്യം തന്നെ പാർട്ടിയോടും പാർട്ടി നേതൃത്വം, അതായത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാൽ സാഹിബും ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിനോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡൽഹിയിൽ തന്നെയാണ് 10-25 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് നോട്ടിലായിരിക്കണം പാർട്ടി എന്നെ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഞാൻ കേരളത്തിലേക്കും ഒരു ഓഫീസ് ഇടുകയും കേരളവുമായിട്ടുള്ള ലൈസൻസ് എപ്പോഴും ഉണ്ടാവുകയും ഇവിടെ എൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശവും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതും നടപ്പിലാക്കും. ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് പാർലമെന്റിൽ നമ്മളുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഈ ഭരണഘടന അവിടെ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ആ ഒരു ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി എനിക്ക് നിർദ്ദേശം നൽകുന്നത്. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. തീർച്ചയായിട്ടും പൗരത്വ കേസിൽ ഞങ്ങളുടെ സീനിയർ അഭിഭാഷകൻ എന്ന് പറയുന്നത് കപിൽ സിബലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെയൊക്കെ മാർഗനിർദ്ദേശം ഞാൻ നേടുന്നതായിരിക്കും. അതെനിക്കൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ കുറെ വിഷയങ്ങളും അപ്പീൽ ചെയ്തിട്ടുള്ള അതിന്റെ ഭാഗമായാണ് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ അതിന്റെ വിധികളും പറഞ്ഞത്. സ്വാഭാവികവും ഹാരിസ് പീരാനെ ഈ ഒരു സ്ഥാനത്തെത്തി അത് ലീഗിന് ആ അർത്ഥത്തിൽ കൂടി പാൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഭരണഘടനാ സംരക്ഷണമായിരിക്കും. ഭരണഘടനയെ സംരക്ഷിക്കാത്ത സമയത്താണ് ഇങ്ങനത്തെ കേസുകൾ വരുന്നതും ആ കേസുകളിലൂടെ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നതും. എന്തുകൊണ്ടാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുന്നത്? ഭരണഘടനാ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുമ്പോഴാണ് ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട തങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ വിടുന്നത്. ആ വിശ്വാസം കാത്ത് സംരക്ഷിക്കുക. രാജ്യസഭ
എറണാകുളത്ത് നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യും. എറണാകുളത്ത് ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും.